السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ശുദ്ധമായ ഹജ്ജ് മാസത്തിലാണ് നമ്മളുള്ളത്. 3 മാസങ്ങളാണ് ഹജ്ജിൻ്റേതായിട്ട് പരിശുദ്ധ ഇസ്ലാം പരിഗണിക്കുന്നത്. ഷവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ്. ഈ 3 മാസവും ഹജ്ജുമായി ബന്ധപ്പെട്ട മാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മാസങ്ങളിൽ എന്നും വേണേൽ ഹജ്ജിന് ഇഹ്റാം കെട്ടാം. നമുക്ക് സാധാരണഗതിയിൽ അത് ദുഷ്കരമാണ്, പക്ഷെ പ്രതിഫലം കൂടുന്നതുമാണ്. ദുഷ്കരം എന്ന് പറഞ്ഞാൽ ഇഹ്റാമിലാകുന്നതോടുകൂടെ അതിൻ്റെ മുന്നേ ഹലാലായ പല കാര്യങ്ങളും പിന്നീട് നമുക്ക് പാടില്ലാതെ വരും. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അത്ര പൂശാൻ പറ്റില്ല, തല മുടി നീക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അത് വളരെ പ്രയാസകരമാകുമെങ്കിലും പൂർവികരാകുന്ന ചില മഹാന്മാരൊക്കെ നേരത്തെ ഇഹ്റാം കെട്ടുകയും പിന്നീട് ഒരു ഹജ്ജ് എന്ന വിവാദത്തിൻ്റെ ഭാഗത്തിലാണ്. ശ്രേഷ്ഠത കൂടിക്കൊണ്ടേയിരിക്കും. എന്തായാലും ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ കാണുന്നത് ഹജ്ജ് സംഭവിക്കുന്ന ദുൽഹിജ്ജ മാസത്തെക്കുറിച്ചാണ്. അള്ളാഹു പ്രത്യേകമായി ആദരിച്ച, ബഹുമാനിച്ച മാസങ്ങളിൽ പെടുന്നു അത്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നത് വിശ്വാസിയുടെ ലക്ഷണമാണ്. അത് തഖ്വയാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുമാണ്. അതുകൊണ്ടാണ് ഹജ്ജിൻ്റെ ഓരോ കർമ്മം നടക്കുമ്പോഴും നമ്മളൊക്കെ അതിൽ ദൂരെ നിന്ന് പങ്കെടുക്കുന്നത്. ദൂരെ നിന്ന് പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അറഫയിൽ വിശ്വാസികളെല്ലാവരും ഒരുമിച്ച് കൂടുന്നത് ദുൽഹിജ്ജ 9 പ്രാർത്ഥനാനിരതമായ മനസ്സുമായി നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇബാദത്തിലായി നിലകൊള്ളുന്നു. പ്രത്യേകിച്ച് നോമ്പെടുക്കുന്നു, പ്രാർത്ഥനകളുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ചയായിരിക്കും അറഫ ദിവസം. അപ്പോൾ ഹാജി ഇവിടുന്ന് പുറത്തിറങ്ങുന്നത് മുതൽ നമ്മൾ അവരുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയിലും അവർ നമ്മളുമായി ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയിലും ഈ ഒരു ഐക്യവും സ്നേഹവും പരസ്പരമുള്ള ബന്ധവുമൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് ഹജ്ജ്. നമ്മൾ ഹജ്ജിന് പോകുന്നവരും അല്ലാത്തവരുമൊക്കെ അനുഷ്ഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഹജ്ജ് പോകുന്ന ആളുകൾക്ക് പാടില്ലാത്തതുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി അറഫയിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മളെല്ലാവരും നോമ്പെടുക്കുന്നു. ഹജ്ജിന് പോയവർക്ക് നോമ്പെന്ന് പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ അന്ന് പ്രാർത്ഥനയും ദിക്റും പ്രത്യേകമായ അറഫ ദിവസത്തെ ദീനീപരമായി ഉപയോഗപ്പെടുത്തി അത് ആസ്വദിച്ച് അതുമായി മുന്നോട്ട് പോകലാണ് ഹാജിമാർക്കുള്ള കടമ. അപ്പം അന്ന് നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അതിനത് ബുദ്ധിമുട്ടാവും, ദീർഘമായ യാത്രയും മറ്റും. ഹജ്ജിന് പ്രത്യേകമായി നിസ്കാരം ജമാക്കുക പോലെയുള്ള കർമ്മങ്ങളുണ്ട്. അത് നമുക്ക് സാധ്യമല്ല. എന്തായാലും ഹജ്ജിന് പോയവരും നമ്മളും തമ്മിൽ വലിയൊരു ബന്ധം ആരാധനാപരമായി നിലകൊള്ളുന്നു. അതുകൊണ്ട് ദുൽഹജ്ജിൻ്റെ മുന്നേ മുതൽ നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയാണ്. ദുൽഹജ്ജ് ആകുന്നതോടുകൂടെ ഏറ്റവും ശ്രേഷ്ഠമായ കുറേ അമലുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വളരെ ലളിതമായി നിർവഹിക്കാൻ പറ്റുന്ന കുറേ കർമ്മങ്ങളുണ്ട്. ഉദാഹരണമായി ദുൽഹജ്ജ് 1 മുതൽ 10 വരെയും എല്ലാ ദിവസങ്ങളിലും സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യൽ സുന്നത്താണ്. നമ്മുടെ ഫത്തുൽ മീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അത് വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ ഫജ്ർ വളരെ ചെറിയൊരു അധ്യായമാണ്, നമുക്കറിയാം. വൽ ഫജ്രി വലയാലിൻ അശ്ർ. ഈ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞാൽ അത് ഈ ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് പ്രമുഖമായ വ്യാഖ്യാനമുണ്ട്. നമ്മുടെ ഫത്തുൽ മീൻ പോലെയുള്ള ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ വിശദീകരിച്ചതാണ്. 10 ദിവസവും സൂറത്തുൽ ഫജ്ർ പതിവായി ഓതൽ വളരെ പ്രധാനപ്പെട്ട പുണ്യമാണ്. അപ്പോൾ ഇന്ന് പറയുന്ന ദുൽഹിജ്ജുമായി ബന്ധപ്പെട്ട പുണ്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധാപൂർവം അധ്വാനിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. തക്ബീർ ചൊല്ലലാണ് പ്രധാനപ്പെട്ട മറ്റൊരു പുണ്യം.
തക്ബീറിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പ്രഖ്യാപനം നമ്മൾ നടത്തിയാൽ പടച്ച റബ്ബിന് അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടുതൽ ഉണ്ട് എന്ന് ആരും അംഗീകരിക്കില്ല, വിശ്വസിക്കില്ല. പിന്നെ എന്തിനാണ്? പടച്ച റബ്ബിൻ്റെ സർവശക്തിയെയും അവനാണ് നമ്മെ സൃഷ്ടിച്ചതും നമ്മളെ നോക്കി വളർത്തുന്നതും നമുക്കാവശ്യമായ വിഭവങ്ങളെല്ലാം തയ്യാറാക്കുന്നതും. അതുകൊണ്ട് അവനെ നമ്മൾ മാനിക്കുന്നു എന്നതിൻ്റെ പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ. അള്ളാഹുവാണ് സർവശക്തൻ. എല്ലാ നകളിപ്പുകാരും ഇതിൻ്റെ താഴെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. എത്ര വലിയ ഭൗതികമായ സംവിധാനങ്ങൾ ഒരാൾക്ക് നേടിയെടുക്കാൻ പറ്റിയാലും അവനൊക്കെ പടച്ച റബ്ബിൻ്റെ കഴിവിനും ശേഷിക്കും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിസ്സാരെന്ന് പോലും പറയാൻ പറ്റില്ല, അതിനേക്കാൾ താഴെയാണ്. അതുകൊണ്ടാണ് റബ്ബ് എന്ന് വാദിച്ച് നടന്ന പൂർവികരാവുന്ന ചില ആളുകളൊക്കെ പടച്ച റബ്ബ് സമൂഹമധ്യേ അവരുടെ എല്ലാ ന്യൂനതകളും വെളിവാക്കി കൊടുക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന അങ്ങനത്തെ ഒരുത്തനാണല്ലോ ഫിർഔൻ. അന റബ്ബുക്കുമുൽ അഅ്ല, ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ദൈവം എന്നായിരുന്നു ആൾ പറഞ്ഞത്. പക്ഷെ പടച്ച റബ്ബ് ആ സമൂഹ മധ്യേ വെച്ച് തന്നെ അവൻ്റെ എല്ലാ പ്രതാപവും തീർത്തു കൊടുത്തു. അവസാനം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്തുടർന്ന് നദിയിൽ മുങ്ങി മരിക്കുന്ന സമയത്ത് വളരെ നിസ്സാരനാണ്, വളരെ നിന്ദനാണ്, ഞാൻ ആരുമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് മൂസാ നബിയും സഹോദരനാകുന്ന ഹാറൂൻ നബിയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇലാഹിൽ ഞാനിതാ വിശ്വസിക്കുന്നു എന്ന് ഉറക്കെ പറയേണ്ടി വരും. ചരിത്രത്തിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ തിരക്കടില്ല എന്നും പറഞ്ഞ് ജീവിച്ച ആളുകൾ അവസാനം ദയനീയമായി പരാജയപ്പെടുന്നത്. എന്നാലോ വളരെ സാധുക്കളായി ജീവിച്ച ആളുകൾ പിന്നെ ഉന്നതിയിലേക്ക് എത്തിപ്പോകുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, അത് പറയുന്ന അധ്യായത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ആരംഭിച്ച് ആ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പറയണത് എന്താ? അഹ്സനുൽ ഖസസ്, ഏറ്റവും മനോഹരമായ കഥ. എന്താണ് ആ കഥയുടെ ഗുണപാഠങ്ങൾ? വളരെ നിസ്സാരനായിരുന്ന മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം പിന്നെ ഈജിപ്തിലെ പ്രതാപിയായ ഭരണാധികാരിയാവുകയാണ്. പക്ഷെ വിനയം കൈമുട്ടില്ല. സൂറത്തു യൂസുഫിൻ്റെ 101 വാക്യത്തിൽ റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ് എന്നും പറഞ്ഞിട്ട് മഹാനുഭാവൻ തൻ്റെ ആ വിനയത്തിൻ്റെ പ്രഖ്യാപനം അവസാന ഘട്ടത്തിലും നടത്തുന്നുണ്ട്. തൗഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്വാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിച്ച് എന്നെ പൂർവികരാവുന്ന ശ്രേഷ്ഠരോടൊപ്പം ഒരുമിച്ച് കൂട്ടണമെന്ന് അവിടുന്ന് ദുആ ചെയ്യുന്നുണ്ട്. ആരായിരുന്നു? കൈക്കുഞ്ഞായിരിക്കുന്ന ആ സമയത്ത് തന്നെയും ചില പ്രത്യേക തെറ്റിദ്ധാരണ കൊണ്ട് തൻ്റെ സഹോദരന്മാരുടെ നിരന്തരമായ ഭീഷണിക്ക് വിധേയനായി. അവസാനം അവർ കൊണ്ടുപോയി, അങ്ങനെ കിണറിലിട്ടു. ഇതോടെ തീർന്നു എന്ന് വിചാരിച്ചതാണ് അവർ. പക്ഷെ ആ ഒരു പൊട്ടക്കിണറിൽ നിന്ന് ആ ഒരു ചെറിയ കുട്ടി ഈജിപ്തിൻ്റെ പ്രതാപിയായ ഭരണാധികാരിയായി മാറുന്നു. നേരെമറിച്ച് വലിയ ഔന്നത്യത്തിൽ ജനിച്ച് വലിയ പ്രതാപത്തിൽ ജീവിച്ച് അവസാനം നിസ്സാരരും നിന്ദ്യരുമായി മരിച്ചു പോകുന്ന ധിക്കാരികളുടെ കഥയും ധാരാളം നമ്മൾ കാണുന്നു. ഇവിടെയാണ് മനുഷ്യൻ്റെ ദുർബലതയെ തോന്നിപ്പിക്കുന്ന, ഇടക്കിടക്ക് അവനെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കുന്ന അല്ലാഹു അക്ബറിൻ്റെ പ്രസക്തി. അതുകൊണ്ടാണ് വിനയത്തിൻ്റെ ഏറ്റവും പൂർണ്ണരൂപമാകുന്ന നിസ്കാരത്തിൽ ഇടക്കിടക്കിടക്ക് നമ്മൾ അല്ലാഹു അക്ബർ പറയേണ്ടി വരുന്നത്. ദുൽഹജ്ജുമായി ബന്ധപ്പെട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ദിക്റിന് വലിയ പ്രസക്തിയുണ്ട്. ഈ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ ഉദ്ഹിയ്യത്തിന് പറ്റുന്ന മൃഗങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള പശു, കാള, പോത്ത്, ആട്, ഈ സംഭവങ്ങൾ സാധാരണ നമ്മുടെ നാട്ടിൽ ഒട്ടകം ഉണ്ടാവാറില്ല. ഇവയെ കാണുമ്പോഴോ ഇവയുടെ ശബ്ദം കേൾക്കുമ്പോഴോ ഈ ദുൽഹജ്ജ് 10 വരെയും നമുക്ക് തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അത് ആ സാധാരണ നമ്മൾ പെരുന്നാളിന് ചെല്ലുന്ന നീളം കൂടിയ തക്ബീർ ചൊല്ലണമെന്നില്ല, അല്ലാഹു അക്ബർ എന്ന് മാത്രം പറഞ്ഞാലും മതി. അപ്പോൾ അവറ്റങ്ങളുടെ ശബ്ദം കേൾക്കുക. അത് പ്രായമായ ഉദയത്തിന് പാകപ്പെട്ട എല്ലാ വിശേഷണമുള്ള ഇത്തരം മൃഗങ്ങളെ ശബ്ദം കേൾക്കുമ്പോൾ കാണുമ്പോൾ എന്നല്ല, ഇതിൻ്റെ ചെറിയ കുഞ്ഞിനെ കാണുമ്പോഴും അല്ലാഹു അക്ബർ എന്ന് പറയൽ നമുക്ക് പ്രത്യേകമായി സുന്നത്തുണ്ട്. അതൊരു ശീലമായിട്ട് നമുക്ക് വന്നിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള സുന്നത്ത്, പ്രത്യേകമായുള്ള സുന്നത്തുകൾ ഒരിക്കലും മുടക്കാത്ത വിധത്തിലേക്ക് നമ്മൾ പാലിച്ചു വരണം.
അപ്പോൾ ആടിനെ കാണൽ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ സംഭവിക്കുന്നതാണ്. അതേ പ്രകാരം ഈ മാടിനെയും ഒട്ടകത്തെ ഈ ഗൾഫിലുള്ള ആളുകൾക്കൊക്കെ പലപ്പോഴും കാണാൻ പറ്റും. ഈ കാണുന്ന സമയത്തൊക്കെ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്ത്. പിന്നെ ദുൽഹിജ്ജ 9 അസ്തമിച്ച അവിടം മുതൽ നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് ദുൽഹിജ്ജ 10 പ്രവേശിക്കുന്നത് വരെ എപ്പോഴും തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കൽ സുന്നത്തുണ്ട്. എപ്പോഴും. അത് പശുവിനെ കാണാൻ ആടിനെ കാണുന്നൊന്നുമില്ല. എപ്പോഴും തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കൽ സുന്നത്താണ്. പിന്നെ ദുൽഹിജ്ജ 9 അറഫാ ദിവസം സുബഹി മുതൽ ദുൽഹിജ്ജ 10 അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസം ദുൽഹിജ്ജ 11, 12, 13 അസർ നിസ്കാരം കഴിയും വരെയും എല്ലാ നിസ്കാര ശേഷവും തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അത് നിസ്കാരത്തിൻ്റെ ശേഷം എന്ന രീതിയിൽ മുഖയ്യദായ ബന്ധിപ്പിക്കപ്പെട്ട നിസ്കാരത്തിൻ്റെ ശേഷം എന്ന് പ്രത്യേകം പറയപ്പെട്ട തക്ബീറാണ്. ആ തക്ബീർ നമ്മൾ നിർവഹിക്കേണ്ടത് നിസ്കാരത്തിൻ്റെ ദിക്റുകളൊക്കെ ചെല്ലുന്നതിൻ്റെ മുന്നെയാണ്. സലാം വീട്ടിയ ഉടനെയാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീർ ചൊല്ലേണ്ടത്. ദുൽഹജ്ജിലെ ഈ തക്ബീർ മുഖയ്യദായതുകൊണ്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട് ചൊല്ലേണ്ടതായതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ ഉടനെ അതാണ് നിർവഹിക്കേണ്ടത്. പിന്നീടാണ് നിസ്കാരത്തിൻ്റെ ദിക്റുകളും ഇസ്തിഗ്ഫാറും മറ്റു പരിപാടികളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തക്ബീറിൻ്റെ 2-3 വിധം നമ്മൾ പറഞ്ഞു. ഒന്ന് ദുൽഹിജ്ജ 1 മുതൽ ആടുമാട് പോലെയുള്ള ഉദ്ഹിയ്യത്തിന് പറ്റുന്ന മൃഗങ്ങളെ കാണുമ്പോഴോ അവയുടെ ശബ്ദം കേൾക്കുമ്പോഴോ അല്ലാഹു അക്ബർ എന്ന് പറയും. രണ്ടാമത്തേത് ദുൽഹിജ്ജ 9 അസ്തമിച്ച് പെരുന്നാൾ രാവായി കഴിഞ്ഞാൽ ഈ പെരുന്നാൾ രാവിന് പിറ്റേ ദിവസം നമ്മൾ ദുൽഹിജ്ജ 10 പള്ളിയിൽ പോയി നിസ്കാരം നിർവഹിക്കുന്നത് വരെ എപ്പോഴും തക്ബീർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തേത് അറഫ ദിവസം ദുൽഹിജ്ജ 9 സുബഹിക്ക് ശേഷം മുതൽ ദുൽഹിജ്ജ 13 അയ്യാമു തശ്രീഖിൻ്റെ അവസാന ദിവസം വരെയും. അപ്പോൾ 5 ദിവസം ഉണ്ടാവും. നിസ്കാരാനന്തരം തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. പെരുന്നാളിൻ്റെ രാത്രികൾ എന്ന് പറഞ്ഞാൽ ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമുള്ളൊരു യാത്രയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹജ്ജിനോട് ബന്ധപ്പെട്ടതാണ് വലിയ പെരുന്നാൾ. അപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങളെല്ലാം മക്കയിലും പരിസരത്തും ഒരുമിച്ച് കൂടുന്നു. ആ ഇബാദത്തിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മളും നേരത്തെ പറഞ്ഞതുപോലെ അവരോട് സപ്പോർട്ട് ചെയ്ത് കുറേ അമലുകളൊക്കെ നിർവഹിക്കുന്നു. പിന്നെ ആ ഇബാദത്ത് കഴിഞ്ഞ സംതൃപ്തിയിൽ നമ്മൾ പെരുന്നാളിലേക്ക് കിടക്കുന്നു. ശവ്വാൽ 1-നുള്ള നമ്മുടെ ചെറിയ പെരുന്നാളാണെങ്കിൽ 1 മാസത്തെ നീണ്ട റമദാൻ നോമ്പിൻ്റെ ആ ഒരു പരിസമാപ്തിയുടെ ഭാഗമായിട്ടുള്ള പ്രത്യേകമായ സന്തോഷമാണ്. രണ്ടും ഇബാദത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടുന്ന പ്രധാന രാത്രികളിൽ പെടുന്നതാണ് പെരുന്നാളിൻ്റെ രാവ്. സാധാരണ ഇതിൽ പെരുന്നാളിൻ്റെ രാവ് അവഗണിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്ന് സന്തോഷത്തിൻ്റെ പെരുന്നാൾ എന്നും കരുതിയിട്ട് ആ ഒരു പെരുന്നാളിന് വേണ്ടി ഒരുങ്ങാൻ, പെരുന്നാളിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്താൻ രാവിനെ പകലാക്കുന്ന ഒരു രീതി കാണാറുണ്ട്. ആഘോഷത്തിൻ്റെ ഭാഗമായി രാത്രി മൊത്തം ചെലവഴിക്കുന്നതും കാണാറുണ്ട്. രണ്ടായാലും ആവശ്യമായ വിഭവങ്ങൾ പ്രത്യേകിച്ച് വലിയ പെരുന്നാളിൻ്റെയൊക്കെ മാസം നേരത്തെ കാണുമല്ലോ. ദുൽഹിജ്ജ 1 മുതൽ നമുക്ക് കണക്ക് പിടിച്ചാൽ കൃത്യം 10-ാം ദിവസം പെരുന്നാളാണെന്നറിയാം. അതിനാവശ്യമായ സംഗതികളൊക്കെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെക്കണം. രാത്രി അങ്ങാടിയിലേക്ക് പോവുക, ഇറച്ചി വാങ്ങാൻ വേണ്ടി സമയം കളയുക, ബാർബർ ഷാപ്പിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന സമയത്ത് പിന്നെ ദിക്റില്ലല്ലോ ചെയ്യുക, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ അന്നത്തെ വിശുദ്ധമായ രാത്രി മൊത്തം തീർന്നു പോകുക എന്നത് ബുദ്ധിമാന്മാരാവുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. എന്തുകൊണ്ട്? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേകമായ രാവിനെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹു നമുക്ക് വേണ്ടി അത്തരം ഒരു വിശുദ്ധമായ രാത്രി സംവിധാനിച്ച് തന്നിട്ട് ഇങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഉത്തരം നൽകാമെന്ന് പ്രത്യേകമായി അവൻ നമുക്ക് സൂചന നൽകിയിട്ട് അന്നത്തെ അമലുകളുടെ പുണ്യങ്ങളൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പൂർവികരാകുന്ന മഹാപണ്ഡിതന്മാരും വിശദീകരിച്ച് തന്നിട്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുക, വിമുഖത കാണിക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു അവഗണനയും ഒരഹങ്കാരമാണ്.
അറിയാതെ പോകുന്നത് നമുക്കൊക്കെ മനസ്സിലാവും. ധരമച്ച് എത്രമേൽ വിശുദ്ധമാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടും നമ്മൾ അതിന് വിരുദ്ധമായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പടച്ച റബ്ബിൻ്റെ തീരുമാനത്തെ ലംഘിക്കലാണ്. അതൊരു അഹങ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ വിനയാന്യതരായി വീട്ടിലോ പള്ളിയിലൊക്കെ ഒരുമിച്ച് കൂടി ഖുർആൻ ഓതി തക്ബീർ വർദ്ധിപ്പിച്ച് ധാരാളമായി പ്രാർത്ഥന നടത്തി ആ ഒരു രാത്രിയെ വളരെ മനോഹരമായി ആഖിറത്തിലേക്കുള്ള ലാഭകരമായൊരു ഏർപ്പാടാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. അത് വലിയൊരുനാളിൻ്റെ രാത്രി മാത്രമല്ല കേട്ടോ, ചെറിയൊരുനാളിൻ്റെ രാത്രിക്ക് വലിയ ശ്രേഷ്ഠത ഉണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിശുദ്ധമായ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ദുൽഹിജ്ജ 1 മുതൽ 9 വരെയും നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം പുണ്യാണ്. 9 നേരത്തെ നാം പറഞ്ഞു അറഫ നോമ്പും കൂടെ, അത് പ്രത്യേകമായ നോമ്പാണ്. ദുൽഹിജ്ജ 9ന്റെ ഭാഗമായിട്ടുള്ള നോമ്പാണ്. പക്ഷേ അറഫയിൽ നിൽക്കുന്ന ദിവസം പ്രത്യേകമായി സുന്നത്താണ് നോമ്പെടുക്കൽ ഹാജിമാരല്ലാത്തവർക്ക്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. സാധ്യമാകുന്ന ആരോഗ്യപരമായി പറ്റുന്ന ആളുകളൊക്കെ അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് അറഫ ദിവസത്തിലെ നോമ്പ്. അന്നും അറഫ ദിവസത്തിൻ്റെ പ്രത്യേകത പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ്. ഈ പ്രാർത്ഥന വലിയൊരു സംഭവമല്ലേ? നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ് സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാനത്തെ ആയത്ത്. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പടച്ച റബ്ബ് നമ്മളെ മെയിൻ ചെയ്യില്ല എന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് പടച്ച റബ്ബിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ കൂടും. നമ്മൾ സ്വലാത്ത് ചെല്ലണോണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഗുണങ്ങൾ കിട്ടും. അവിടുത്തെ ദർജ ഉയർന്നുകൊണ്ടിരിക്കും. പക്ഷെ അതില്ല എങ്കിൽ ഹബീബായ നബി തങ്ങൾക്ക് വല്ല തോൽവിയും സംഭവിക്കുമോ? ആ സംഭവമേ ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതുവഴി നമ്മുടെ പാപങ്ങൾ പൊഴിയണം, നമുക്ക് ഉന്നതമായ പദവികൾ ലഭിക്കണം, നമുക്ക് പുണ്യം കിട്ടണം, സ്വർഗത്തിലെത്താൻ പറ്റണം. പടച്ച റബ്ബ് ഈ ലോകത്തെ സംവിധാനിച്ച് കാര്യകാരണ ബന്ധങ്ങൾ പഠിപ്പിച്ച നിർവഹിച്ച നിയമിച്ച റബ്ബ് നമ്മുടെ വിജയത്തിന് നിസ്കാരം പോലെയുള്ള നോമ്പ് പോലെയുള്ള കുറേ ഇബാദത്തുകളെയും നല്ല വിശ്വാസത്തെയും മാനദണ്ഡമാക്കി വെക്കുന്നു. അതിലേറ്റവും പുണ്യകരമായൊരു സംഗതിയാണ് സലാത്ത് ചൊല്ലൽ. അപ്പോൾ സലാത്ത് ലളിതമായി നമുക്ക് നിർവഹിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ചിട്ടവട്ടങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് മുന്നൊരുക്കങ്ങളൊന്നും ആവശ്യമില്ല, ഒന്നും വേണ്ട. അപ്പോൾ ഈ സ്വലാത്തിൽ നമ്മുടെ വിജയം പടച്ച റബ്ബ് കണക്ട് ചെയ്തപ്പോൾ നമ്മൾ വിജയിക്കാൻ വേണ്ടി ഹബീബായ നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അല്ല നമ്മൾ ചൊല്ലിയില്ലെങ്കിൽ നബിതങ്ങൾക്ക് എന്തെങ്കിലും കുറവ് പറ്റിപ്പോകും എന്നതുകൊണ്ടല്ല. അപ്പം എന്താ ഈ സലാത്തിൻ്റെ മഹത്വം? എന്തുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് നമ്മളോട് പറഞ്ഞത്? ഒരാൾ പറയാനാണോ എന്നെ കുറിച്ച് ഇങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക? സ്വലാത്ത് പറഞ്ഞാൽ അതാണല്ലോ. ഹബീബായ നബി തങ്ങൾ അത് പറയും. എന്തുകൊണ്ട് പറയും? നമ്മൾ സമ്പൂർണ്ണമായി വിജയിക്കണമെന്ന് ഹബീബായ നബി തങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിജയത്തിന് പടച്ച റബ്ബ് നിശ്ചയിച്ച പ്രധാനപ്പെട്ട ഉപാധിയാവുന്ന സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന് നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും, പ്രത്യേകം പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ അതുവഴി വിജയിക്കണമെന്ന അദമ്യമായ മോഹം കൊണ്ടാണ്. എന്തുകൊണ്ട് സ്വലാത്ത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഏറ്റവും ഇഷ്ടക്കാരനും എൻ്റെ പ്രവാചകന്മാരിൽ അവസാനത്തെയാളും ഏറ്റവും ശ്രേഷ്ഠനുമായി പടച്ച റബ്ബ് പറഞ്ഞയക്കുന്നു. ആ റസൂലിനെ ആരൊക്കെ മാനിക്കുന്നു? അത് റബ്ബിനെ മാനിക്കലാണ്. ഒരു രാജാവ് മറ്റൊരു ഭരണാധികാരിയുടെ അടുത്തേക്കൊരു പ്രതിനിധിയെ വിടുന്നു. ആ പ്രതിനിധിയെ ആ രാജാവ് ആദരിക്കുന്നോ മാനിക്കുന്നോ വേണ്ട വിധം പരിഗണിക്കുന്നോ അത് ഈ പറഞ്ഞയച്ച രാജാവിനോടുള്ള പരിഗണനയാണ്, ആദരവാണ്, മാനിക്കലാണ്. പടച്ച റബ്ബ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ വിജയത്തിന് വേണ്ടി ലോകത്തേക്ക് പറഞ്ഞയക്കുന്നു. ആ റസൂലിനെ ആരൊക്കെ മാനിക്കുന്നു, ആരൊക്കെ സ്വീകരിക്കുന്നു, അവർ വിജയിക്കുമെന്ന് റബ്ബ് തആല തീരുമാനിക്കുന്നു. ആ മാനിച്ചു ആ റസൂലിനെ ആദരിച്ചു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കൽ.
അപ്പോൾ അള്ളാഹു നമ്മളോട് പറഞ്ഞ് സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന്. ഇപ്രകാരമാണ് ആരാധനയുടെ കാര്യം, ഇപ്രകാരമാണ് ദിക്റുകളുടെ കാര്യം. നമ്മൾ ദിക്റ് അല്ലെങ്കിൽ പടച്ച റബ്ബിന് എന്തെങ്കിലും ഒരു കുറവ്, അചിന്ത്യമാണത്. സർവശക്തനായ റബ്ബിന് കുറവ് എന്ന് പറഞ്ഞാൽ അത് ആ റബ്ബ് എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ആളത്വം, അതിന് എന്ത് ന്യൂനതയും ആർക്കും ആരോപിക്കാൻ പറ്റാത്ത വിധം എല്ലാ അർത്ഥത്തിലും പരിപൂർണനാണ്, ശ്രേഷ്ഠനാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹു എന്ന് പറഞ്ഞ പദത്തിൻ്റെ മാനൊക്കെ പറയുന്നിടത്ത് നമ്മുടെ കിതാബുകളിൽ ആരാധനക്ക് അർഹനാവുക എന്നതിൻ്റെ സമ്പൂർണമായ ഏറ്റവും ഉന്നതമായ പൂർണ്ണതയ്ക്കുള്ള നാമമാണ് അള്ളാഹു എന്ന് പറയുന്നത്. അപ്പോ തക്ബീർ ചൊല്ലുക, നോമ്പെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരം ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ രീതിയിൽ റബ്ബ് അതൊരു പുണ്യമാക്കി വെക്കുന്നു. അത് മാനിക്കുന്ന ആളുകൾക്ക് അവൻ വിജയം നൽകുമെന്ന് ആദ്യമേ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പം നോമ്പിൻ്റെ കാര്യം മാത്രമല്ല, പുണ്യമായ ദിവസങ്ങളിൽ അതേപ്രകാരം മാസങ്ങളിൽ നമ്മുടെ ജീവിതത്തിന് സമൂലം ഒരു മാറ്റം വരണം. മറ്റു ദിവസങ്ങളിലുള്ളതുപോലെ ഇങ്ങനെ നമ്മൾ അത് സമയം പാഴാക്കാൻ പാടില്ല, സംസാരിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പം നോമ്പിൻ്റെ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്രകാരം തന്നെയാണ് സ്വതക്ക വർദ്ധിപ്പിക്കുന്നത്. മുമ്പൊരു വർഷം ഞാൻ പറഞ്ഞിരുന്നു, എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് സ്വതക്ക ചെയ്യണം. എല്ലാ ദിവസവും അതൊരു ചെയിനായിട്ട് അങ്ങനെ പോകണം. നമ്മൾ വൈകിട്ടാവുമ്പോൾ ആലോചിക്കുക, എന്താ ഞാൻ എന്താ സ്വതക്ക ചെയ്തത്. അതൊരു പെരപ്പണിക്കുള്ള കാശ് കൊടുക്കണം എന്നൊന്നുമല്ല ഞാൻ പറയണത്. സാധ്യമാവുന്ന ആളുകൾ കൊടുക്കാതിരിക്കും വേണ്ട. എന്തെങ്കിലും ഒരു സദക്ക കൊടുക്കണം. കാരണം റബ്ബ് താല നമുക്ക് എല്ലാ ദിവസവും കുറേയേറെ തരുന്നുണ്ട്. എനിക്കിപ്പോൾ എന്താ ബന്ധം കിട്ടിയെന്ന് ആലോചിക്കുകയാണ് ആരെങ്കിലും. നമ്മളിന്ന് എഴുന്നേറ്റ് മുതൽ ഇതുവരെയും ശ്വാസം എടുത്തില്ലേ? നമ്മളതിന് പൈസ കൊടുത്തിട്ടുണ്ടോ? ഒരു മണിക്കൂർ ശ്വാസം എടുക്കാൻ 3000 രൂപയാണ് ആശുപത്രി ചെലവ്. നമ്മളാരെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോ? നമ്മളൊന്ന് ഭക്ഷണം വായിക്കിട്ട് ഇങ്ങോട്ട് ഇറക്കാൻ ശ്രമിച്ചപ്പോൾ താഴേക്ക് പോയില്ലേ? നമ്മളതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ചെലവ് നൽകിയ? നമ്മളിന്നിങ്ങനെ കണ്ണ് തുറന്നപ്പോൾ കണ്ണ് പൊങ്ങിയല്ലോ. അങ്ങനെ കൂടി തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ഈ മനോഹരമായ ലോകം ഇന്ന് നമുക്ക് അന്യാണ്. പള്ളിയിലെത്തണമെങ്കിൽ ഒരാൾ നമ്മുടെ കൈ പിടിക്കേണ്ടി വരുമായിരുന്നു. ജന്മന കണ്ണ് കാണാത്ത ആളുകളുണ്ട്. അവർക്ക് ഈ ജീവിതം വല്ലാതെ ദുസ്സഹമല്ല. കാരണം അവർ ശീലിച്ചു വരുന്നൊരു സംഗതിയാണത്. അതുകൊണ്ടാണ് കച്ചവടം നടത്തി കുടുംബത്തെ സംരക്ഷിക്കുന്ന കണ്ണ് കാണാത്ത നല്ല മനുഷ്യരുണ്ട്, കച്ചവടം നടത്തിയിട്ടും മറ്റും. മറിച്ച് പെട്ടെന്ന് കാഴ്ച അങ്ങോട്ട് പോകുന്നു. എൻ്റെ കൂട്ടത്തിലുള്ളൊരു സഖാഫിയുണ്ട്, ഞങ്ങൾ 2001 ബാച്ച്. ഉസ്താദായി പള്ളിയിലും മദ്രസയിലൊക്കെ ജോലി ചെയ്യുന്നതിനിടയിൽ പൂർണ്ണനായി അന്ധനായിപ്പോയി. ആലോചിക്കുക, ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷകൾ, മക്കളുടെ ജീവിതം സമ്പൂർണമായി അന്ധനായിപ്പോയി. ഒരു കാഴ്ചയില്ല ആൾക്ക്. ഇനി എങ്ങനെ ജീവിക്കുക? ഈ തപ്പിത്തടച്ചിൽ മാറൂല, കുറേ കഴിയുമ്പോൾ ശൈലായി വരുമായിരിക്കും. തിരുമറിച്ച് ജന്മനാ അന്ധനായി വരുന്ന ആളുകൾ അവരുടെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ ചെയ്തുകൊണ്ടിരിക്കും. ഞാനൊക്കെ ബന്ധമുള്ള ഒരു സ്ഥാപനത്തിലുണ്ട്, കണ്ടു കാണാത്തതുപോലത്തെ ഒരു ഉസ്താദ്. ആളെവിടെയും തൊടാതെയാണ് സഞ്ചരിക്കുക ആ സ്ഥാപനത്തിൽ. അന്ന് ആൾക്കറിയാം അവിടുത്തെ ഓരോ പോയിന്റും. എവിടെയും തൊട്ടൂല, അങ്ങനെ ഡീസൻ്റായി പോകും. കൈ പിടിച്ച ആളെ മനസ്സിലാവും. ശബ്ദം നമ്മൾ സലാം പറഞ്ഞാൽ ഇന്നയാളാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടും. പ്രത്യേകമായൊരു ശക്തി ബസീറത്ത് അല്ലാഹു തആല അവർക്ക് നൽകും. അപ്പോൾ റബ്ബ് തആല നമുക്ക് നൽകിയ കാഴ്ച മുതൽ ഇന്ന് നമ്മളെടുത്ത ഓക്സിജൻ വരെ എണ്ണിയാലൊതുങ്ങാത്ത നിഅമത്ത് ഈ 4 മണി മുതൽ ഏകദേശം 7 മണി ആയപ്പോഴേക്ക് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ റബ്ബ് നമുക്ക് നൽകിയ സാമ്പത്തിക ഭദ്രതയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എല്ലാ ദിവസവും സ്വതപ്പെടും. പുണ്യമായ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും വെള്ളി, എല്ലാ ദിവസവും 10 രൂപ എടുക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച 100 രൂപ എടുക്കണം. അതൊരാൾക്ക് തന്നെ കൊടുക്കണമെന്നില്ല, അർഹരായ 10 പേർക്ക് കൊടുത്താൽ മതി. അതുകൊണ്ടല്ല പള്ളിക്കൊക്കെ പോകുമ്പോൾ വളഞ്ഞ ദൈർഘ്യമേറിയ വഴിയിലൂടെ പോകലാണ് പ്രത്യേകം പുണ്യം. അതിന് പല കാരണങ്ങളുണ്ട് പണ്ഡിതന്മാർ പറയുന്നത്.
സ്റ്റെപ്പ് കൂടുന്നുള്ളതാണ് ഒരു കാരണം അല്ലേ. സ്റ്റെപ്പ് കൂടിയ അനുസരിച്ച് പുണ്യം കിട്ടൂലേ. ചെറിയ വഴിയിൽ നമ്മൾ പോയാൽ കുറച്ചേ നടക്കുള്ളൂ, ദീർഘമായ വഴിയിൽ പോയാൽ കുറേ നടക്കും. രണ്ടാമത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീർഘമായ വഴിയിലൂടെ പോകുമ്പോൾ പാവപ്പെട്ട കുറേ ആൾക്കാരെ കാണും. അപ്പോൾ കൂടുതൽ സ്വതക്ക ചെയ്യാനുള്ള അവസരം കിട്ടുന്നുള്ളതാണ്. പെട്ടെന്നാണ് പോയാലേ ആരും ഉണ്ടാവില്ല അവിടെ, അല്ലെങ്കിൽ ഒന്നോ രണ്ടാളും കാണുള്ളൂ. നേരെ മറിച്ച് നീണ്ട വഴിയിലൂടെ പോകുമ്പോൾ കുറേ സാധുക്കളെ കാണും. ഇപ്പോൾ കോഴിക്കോട് കോംപ്ലക്സ് പരിസരത്തൊക്കെ കാണാം, ഉളുവളാ വെളുത്തൊരു ടീം. അവരുടെ കുടുംബം അങ്ങനെയാണ്. നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് അവരോട്. ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ട്, ചെറിയ കുഞ്ഞു മക്കളടക്കം ഫുൾ വെളുപ്പ്, ഈ ചെമ്പിച്ച മുടി. അവർക്ക് ഈ വെളിച്ചത്തോട് പ്രതികരിക്കാനേ പറ്റൂല. കണ്ണിങ്ങനെ ആയിരിക്കും, എപ്പോഴും ഇങ്ങനെ ചിമ്മിക്കൊണ്ടായിരിക്കും. ഇങ്ങനെ നേരാവണ്ണം വെളിച്ചം കാണാൻ പറ്റൂല അവർക്ക്. എങ്ങനെ അവർ ജീവിക്കുക? അവരുടെ ശരീരത്തിൽ നന്നായിട്ട് വെയിലുണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുമന്ന് തുടിക്കും. കാരണം മുഴുവൻ വെളുപ്പാണ്. വെളുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അനാരോഗ്യകരമായ വെളുപ്പ് അല്ല, സൗന്ദര്യത്തിൻ്റെ ഒക്കെ ഉള്ള ആ വെളുപ്പല്ല, സൗന്ദര്യമുള്ള വെളുപ്പല്ല, അതൊരു രോഗമാണ്. പാണ്ട് പിടിച്ച ആളുകളെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഫുൾ ശരീരം മൊത്തം അങ്ങനെ ആയാലും എങ്ങനെ ഉണ്ടാവും? കണ്ണ് മുതൽ. അപ്പം ഇങ്ങനെ കണ്ണ് തുറക്കാനേ പറ്റൂല. ഓരോ ദൂരം നിന്ന് നോക്കി ഇങ്ങനെ നിന്ന് നമ്മൾ നമ്മുടെ നിയമത്തുകളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച പദം വരൂലേ? നമ്മുടെ ശരീരത്തിന് അങ്ങനത്തെ കുഴപ്പങ്ങളില്ല. നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നു. പച്ചപ്പും സൗന്ദര്യങ്ങളും ഈ ഭൂമിയുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നു. നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നു. വെളിച്ചത്തിലും അപ്രകാരം തന്നെ വെളിച്ചമില്ലാത്തപ്പോഴും നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ജീവിതം പ്രധാനമാണ്. അവരുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അവരുടെ വീട് നിർമ്മാണം നടക്കണം. ജോലി ചെയ്യാൻ പറ്റാത്ത സാധു മനുഷ്യന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ സക്കാഫിയെ പോലെയുള്ള ആളുകൾ, അവരുടെ വീട് നിർമ്മാണം നടക്കണ്ടായി, അല്ലെങ്കിൽ അവരുടെ മക്കളെ കല്യാണം നടക്കണ്ടായി. ആർഭാടങ്ങളും ഒട്ടുമില്ലെങ്കിലും അടിസ്ഥാനപരമായി കല്യാണം എന്ന് പറയുന്ന ചടങ്ങ് നടക്കണ്ടായി. എൻ്റെ സുഹൃത്തിൻ്റെ ആൾ പറയുന്ന കേൾക്കാം, കോഴിക്കോട് അങ്ങാടിയിൽ പട്ടിണി അടക്കാൻ ഡെയിലി 250 റുപ്യ വേണം. പട്ടിണി അടക്കുകയാണെങ്കിൽ 250 വേണം. അപ്പോൾ അപ്രകാരം വളരെ ചെറിയ കല്യാണമാണെങ്കിലും അത് നടക്കണമെങ്കിൽ അതിൻ്റെതായ ചിലവ് വരില്ലേ? അതൊക്കെയാണ് സമൂഹം ഏറ്റെടുത്ത് നടത്തേണ്ടത്. അൽഹംദുലില്ലാഹ് ഈ സൊസൈറ്റിക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്. പലരും കൗതുകത്തോടെയും ആശ്ചര്യത്തോടെയും അതോടൊപ്പം മോഹത്തോടെയും നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ അത്തരം ശൈലികളും സ്വഭാവങ്ങളും. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൈ അഴിഞ്ഞു കൊടുക്കും നമ്മൾ. അവരുടെ സർജറി, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ പരിഹരിക്കാൻ മുന്നിൽ നിൽക്കും. അതോടൊപ്പം അവരുടെ വീട്, അവരുടെ വിവാഹം, അതിലൊക്കെ നന്നായിട്ട് സഹകരിക്കും. ഈ ഉമ്മത്ത് മുസ്ലിം സൊസൈറ്റി അങ്ങനെയുള്ള വലിയൊരു പുണ്യം നിലനിർത്തി വരുന്നു. ഇപ്പോഴും അത് തുടരണം, കുറച്ചുകൂടെ വിപുലപ്പെടണം. എപ്പോ? പ്രത്യേകം ദിവസങ്ങളിൽ, പ്രത്യേകമായ മാസങ്ങളിൽ. അപ്പോൾ പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ട സദക്കകൾ, ഇപ്പോൾ വെള്ളിയാഴ്ചയുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വെള്ളിയാഴ്ച പ്രത്യേകം സദക്കയിൽ പുണ്യാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ ചില്ലറാക്കി അങ്ങനെ വരിക. ഒരു സാധു പെണ്ണ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ പോക്കറ്റിലൊക്കെ പരിശോധിച്ചിട്ട് നിൻ്റെ കയ്യിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്താ ചെയ്യുക? അങ്ങനെ ഫോൺ എടുത്തിട്ട് എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടോ? അന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അന്നാ പിന്നെ എന്താ ഇട്ട് പോകാമെന്നറിയാം. ഏറ്റവും ചുരുക്കിയ നീരസം തോന്നരുത്. ഇപ്പം നമ്മൾ ഇവിടെ പുറത്തിറങ്ങുമ്പോൾ കാണാം ഈ പാട്ടും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ചില വൃദ്ധർ. എന്നും ഇയാൾക്ക് തന്നെ പണിയെന്ന് ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ തോന്നരുത്. തോന്നിയിട്ടുണ്ടോ? ആ മനുഷ്യന് നല്ലൊരു പൈസ കൊടുത്ത് ഞങ്ങളെപ്പറ്റി ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ പൊരുത്തപ്പെട്ടേരിയെന്ന് പറയണം. നമ്മളെ ചില പുരോഗതിയൊക്കെ തടയപ്പെട്ടിട്ടുണ്ടോ? ചിലപ്പോൾ ആ തോന്നലുണ്ടായിരിക്കും. കാരണം അയാൾക്ക് എന്നും ഭക്ഷണം കഴിക്കണ്ടേന്നു. ഒരു വ്യക്തിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അവരുടെ സ്വകാര്യ ജീവിതവും അവരുടെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ അർഹനായൊരു മനുഷ്യൻ അതിനു വേണ്ടി നിൽക്കുമ്പോൾ ഇയാൾക്ക് തന്നെ പണിയെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മൾ ഏതെങ്കിലും പുരോഗതി തടയപ്പെടുന്നത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഉദ്യോഗത്തിലുള്ള ഈ
കയറ്റം അല്ലേ, അത് നടക്കാതെ പോണത്, അല്ലെങ്കിൽ ഒരു പറമ്പ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതുവരെ നടക്കാത്തത്, അല്ലെങ്കിൽ ഒരു കല്യാണം മോളത് വെക്കണം കഴിക്കണം എന്ന് കരുതിയിട്ട് കുറേ കാലം നടക്കണം, പക്ഷെ ഒന്നും സംഭവിക്കണില്ല, എല്ലാം അങ്ങനെ തട്ടിമുട്ടി പോവുക. അതിൻ്റെ പ്രശ്നം ഇങ്ങനെയുള്ള ചില വിചാരങ്ങളായിരിക്കും. അതേപ്രകാരം ഉദ്ഹിയ്യത്ത് അറുക്കുന്നതിൻ്റെ ശ്രേഷ്ഠത ഞാൻ പറയുന്നില്ല, സമയം ഉണ്ടാവില്ല, നമുക്കൊക്കെ അതറിയാലോ. ഉദ്ഹിയ്യത്ത് അറുക്കാൻ വിചാരിച്ച ആൾക്കുള്ളൊരു പുണ്യമുണ്ട്, നമുക്കതറിയാം. അവരുടെ താടി, രോമങ്ങൾ, തല, നീക്കേണ്ടതായ രോമങ്ങൾ, നഖം, ഇതൊന്നും ദുൽഹിജ്ജ 1 മുതൽ പിന്നെ ഉദ്ഹിയ്യത്ത് തീരുന്നത് വരെ നീക്കാതിരിക്കൽ പ്രത്യേകം സുന്നത്താണ്. അതെന്തിനാണ്? അങ്ങനെയാണ് നമ്മുടെ ഹാജിമാർ മക്കത്ത് നിൽക്കുന്നത്. അവരും ഉദ്ഹിയ്യത്ത് അറുക്കും. അല്ലെങ്കിൽ കഅബയെ ആദരിച്ചു കൊണ്ടുപോകുന്ന ലഹായ, ആദരിച്ചു കൊണ്ടുപോകുന്ന അറവുണ്ട്. കഅബയിലേക്ക് ചെല്ലുന്നവരൊക്കെ കൊണ്ടുപോയി അറക്കൽ സുന്നത്തുള്ള പ്രത്യേകമായ അറവുണ്ട്, അത് നടത്തും. അവരെ സംബന്ധിച്ച് വേറെയും ഒരു അറവ് വരും. ഹജ്ജിലെ ചില കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ അറവ് വേണ്ടി വരും. ഹജ്ജിലെ ചില രീതികൾ പാലിച്ചാൽ ഹജ്ജ് വേണ്ടി വരും. എന്നുവെച്ചാൽ ആദ്യം ഉംറക്ക് ഇഹ്റാം ചൊല്ലി കെട്ടി നമ്മൾ പോകുന്നു, പിന്നെ ഉംറ കഴിഞ്ഞ് ഒഴിവാകുന്നു, അത് കഴിഞ്ഞ് ഹജ്ജിൻ്റെ സമയത്തും ഹജ്ജിന് ഇഹ്റാം കെട്ടുന്നു. ഇങ്ങനെയുള്ള ഹജ്ജ് ചെയ്യൽ രീതിക്ക് നിർബന്ധമായും അറവ് നടത്തേണ്ടതുണ്ട്. അപ്പം അതിനോട് സമരസപ്പെടുന്നു നമ്മളൊന്ന്. രണ്ടാമത്തേത് ഈ മാംസം എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? വളരെ നിസ്സാരമായ പൈസയ്ക്ക്, നിസ്സാരം എന്നൊക്കെ പറഞ്ഞാൽ 320, 350 ഒക്കെ അല്ലേ എന്ന് ചോദിക്കേണ്ട, അതത്ര നിസ്സാരമല്ല. നേരെ മറിച്ച് നമ്മൾ ഈ എനർജി ബൂസ്റ്ററുകളായിട്ടുള്ള പൗഡറുകൾ പല പേരിലുള്ളത്, സച്ചിനിങ്ങനെ സെഞ്ചുറി അടിക്കണ ഫോട്ടോ ആയിരിക്കും, അന്നുണ്ടാക്കിയ ഒരു കമ്പനി കൊടുക്കുക. ഇയാളെന്നോ ഈ അടി തുടങ്ങിയിട്ടുണ്ട്, ഇവരുണ്ടാക്കിയ പൊടിയായിട്ട് ഇയാളുടെ അടിക്കൊരു ബന്ധവുമില്ല. ഇയാളെന്നോ അടി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ പിടിച്ചടിപ്പിക്കൂലേ. അയാളങ്ങനെ അടിക്കാരനായതുകൊണ്ടും ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധനും സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിറ്റാമിൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പൊടി നിർമ്മിച്ച കമ്പനി ആദ്യം തന്നെ ഇയാളുടെ ഫോട്ടോ എടുത്ത് പരസ്യം ചെയ്യണത്. ഇയാളും അതുമായി ഒരു ബന്ധമില്ല. എന്നല്ല, നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഇത്തരം പൗഡറുകളിൽ ഒരു 90, 92, 93% പക്കാ ഗോതമ്പ് പൊടിയാണ്. പിന്നെ ടേസ്റ്റിന് കുറച്ച് സംഗതികൾ, നമ്മുടെ വിറ്റാമിൻസിൻ്റെ ഒക്കെ ഗുളികയിലുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ, ഇതൊക്കെയാണ് അര കിലോക്ക് 500, 600 കൊടുത്ത് മേടിക്കാൻ അല്ലേ. നേരെ മറിച്ച് ഒരു 100 ഗ്രാം മാംസത്തിന് എത്ര രൂപ ചെലവ് വരും? അതുകൊണ്ട് ഇതിനേക്കാൾ മികച്ച ആരോഗ്യ ഗുണങ്ങളുണ്ടാകും. അപ്പോൾ കുറേ മനുഷ്യന്മാർക്ക്, അതിൽ പാവപ്പെട്ടവരും അല്ലാത്തവരും ഉണ്ട്, നമ്മളൊരു വലിയ സ്വതക്ക ചെയ്യുന്നതാണ് ഉദ്ഹിയ്യത്ത് കർമ്മം. പിന്നെ മാംസം പറ്റൂലേ? പുതിയ കാലത്ത് ഉണ്ടാക്കുന്ന ചില രാഷ്ട്രീയപരമായ മോഹങ്ങൾക്കുള്ള തീരുമാനങ്ങളാണതൊക്കെ. വേദകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംസം ഉപയോഗിച്ചിരുന്നു എല്ലാവരും, മഹർഷിമാരും ആർഷഭാരത സംസ്കാരത്തിലെ നേതാക്കളെല്ലാവരും. എന്നല്ല, പല ദൈവങ്ങളുടെയും ഇഷ്ടപ്പെട്ട പാനീയങ്ങൾ നിർമ്മിക്കാൻ പ്രധാന കണ്ടന്റായി ഉപയോഗിച്ചിരുന്നത് പശുമാംസമാണെന്ന് നമുക്ക് പുരാണങ്ങളിലും മറ്റും കാണാൻ പറ്റും. അത് സംബന്ധമായി കുറേ പുസ്തകങ്ങളുണ്ട്. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധിയുടെ എഴുതിയൊരു പുസ്തകമുണ്ട് മാംസത്തെക്കുറിച്ച്. അത് ലോക ചരിത്രത്തിൽ മാനവന്റെ തുടക്കം മുതൽ ഉപയോഗിച്ചു വരുന്നൊരു സംഗതിയാണിത്. അല്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്? ചാവാൻ പോലും കഴിയാതെ വിഷമിച്ചിങ്ങനെ നീറിപ്പൊകഞ്ഞുകൊണ്ടിരിക്കുന്ന എത്ര ഉരുക്കളാണ് ഉത്തരേന്ത്യയിലൊക്കെ. അവ നടത്തുന്ന സാമൂഹികമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണം കിട്ടാനില്ല. കറവ് വറ്റുന്നതോടുകൂടെ കർഷകന് ഇതൊരു ബാധ്യതയായി മാറും. അവർ മെല്ലെ കൊണ്ടുപോയി ടൗണ് തുറന്നു വിടും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അവഗണിക്കും. പിന്നെ വെയ്യാണ്ടായി വരുന്ന ഈ ഒരു പശുവിന് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല, അത് നരകിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർഷകന് ഇടങ്ങേറാവുന്നു.
അതിന് പുതിയ പശുവിനെ വേണമെങ്കിൽ ഈ ഒരു പഴയതിനെ എന്ന് വെച്ചാൽ കറവ് പറ്റിയതിനെ വിൽപ്പന നടത്തുന്നതോടുകൂടെ അവൻ ഏകദേശം അത് പുതിയതിനെ വാങ്ങാനുള്ള കാശ് കിട്ടുമായിരുന്നു. ഇപ്പം അത് പറ്റൂല. കാരണം ഇതിന് അറവുകാർ മാത്രമേ വാങ്ങുള്ളൂ. അറവുകാരൊക്കെ പൂട്ടിപ്പോയി. അതുകൊണ്ട് ഇതിനെന്ത് ചെയ്യണം? വെറുതെ പോറ്റണം. വെറുതെ പോറ്റാൻ കർഷകന് സാധ്യമാവും. അവൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തു വിടും. പിന്നെ കുത്തക കമ്പനികളുണ്ട്, അൽ കബീറിനെ പോലെയുള്ളത്. പശുവിൻ്റെ മാംസം ഉണ്ട് എന്നും പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യന്മാരെ തല്ലിക്കൊല്ലുന്നവരുടെ നേതാക്കൾ നടത്തുന്നതാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബീഫ് കയറ്റുമതി സ്ഥാപനങ്ങളെല്ലാം. അതിൽ ദിവസം നൂറുകണക്കിന് ഈ ഉരുക്കളെ അറവ് നടത്തുന്നു, അല്ലെങ്കിൽ മാംസമാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്നു. ഇവർ പോയിട്ട് ഈ കറവ് പറ്റിയ പശുക്കളൊക്കെ ചുളിവ് വിലക്ക് 2000-നും 3000-നും വാങ്ങിക്കൊണ്ടുവരും. കർഷകനെ സംബന്ധിച്ചിടത്തോളം 2000-എങ്കിലും വലിയ കാര്യം. കാരണം ഈ പശുവിന് തീറ്റ കൊടുത്ത് അങ്ങനെ വളർത്തണം. ഇപ്പം ആരാ അവിടെ ലാഭം ഉണ്ടാക്കണത്? സാധാരണ ഇതിന് 30,000-നും 35,000-നും വാങ്ങേണ്ട പശുവിനെ 2000-നും 1500-നും ചുളിവിന് കുത്തക മാംസ വിപണന കമ്പനിക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നു. അവരുടെ ഏജന്റുമാർ സംഘടിപ്പിക്കുന്നു. വലിയ വില കൂട്ടിയിട്ട് അവരതിനെ പാക്ക് ചെയ്ത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിടുന്നു. കർഷകൻ പിന്നെയും തോറ്റു, പാവപ്പെട്ടവൻ പിന്നെയും പരാജയപ്പെട്ടു. തുകൽ വ്യവസായം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നൊരു സംഭവമാണ്. അതില്ലാണ്ടായി. പാവപ്പെട്ട കുറേ ആൾക്കാരുടെ ജോലി നശിച്ചു. എന്നിട്ടോ ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്ന രാജ്യങ്ങളിൽ മുൻനിരയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്തു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? സാധാരണഗതിയിൽ 35,000 കൊടുത്ത് ഈ കമ്പനി വാങ്ങുന്ന പശുവിനെ ഇപ്പോൾ അവർക്ക് 2000-ന് കിട്ടും. സ്വാഭാവികമായിട്ട് കൂടുതൽ കയറ്റുമതി നടക്കും. ലോകത്ത് എവിടെയെങ്കിലും മാംസം കഴിക്കാത്തവരുണ്ടോ? ലോകാടിസ്ഥാനത്തിൽ തന്നെ. കാരണം അത് അങ്ങനെ ഒരു കൃത്യമായ ചക്രത്തിൽ നടന്നുകൊണ്ടേയിരിക്കണം. പാലിന് എന്തായാലും പശു വേണ്ടായി. ഈ പശുവിനെ പാലൊക്കെ വറ്റുന്ന സമയം മുതൽ പിന്നെ നരകിക്കാൻ വിടണോ? ഉത്തരേന്ത്യയിലൊക്കെ തെരുവുകളിൽ ഇങ്ങനെ ശ്വാസം മുട്ടി മരണത്തോട് മല്ലടിക്കുന്ന പശുക്കളുടെ നീണ്ട കാഴ്ചകൾ പല വ്ളോഗർമാരും വീഡിയോ വിട്ടത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതുകൊണ്ടാണ് മനുഷ്യാരംഭം മുതലൊക്കെ ഇത് ഉപയോഗിച്ചു വരുന്നത്. അത് പാടില്ലെന്ന് പറയുന്ന ആളുകളുടെ ലക്ഷ്യങ്ങൾ നമ്മൾ തൽക്കാലം അവഗണിക്കാം. ഇപ്പൊ ഗൾഫ് നാടുകളിലൊക്കെ, പ്രത്യേകിച്ച് മക്കയിലും മദീനയിലും ഈ സീസണിൽ അറവ് നടത്തുന്ന മൃഗങ്ങളെ മൊത്തം ആധുനിക സംവിധാനങ്ങളോടുകൂടെ സംസ്കരിച്ച് ഭക്ഷണമില്ലാതെ നിറയിക്കുന്ന വിവിധ രാജ്യങ്ങളിലേക്ക് കൊടുത്തയക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് എത്രമേൽ വലിയ അനുഗ്രഹമാണ്. ലോകത്ത് പണവും ഭക്ഷണവും കൂടിയിട്ട് പൊറുതുമുട്ടുകയാണ് ഒരു വിഭാഗം ആളുകൾ. എന്നാൽ ഒരു നേരം വിശപ്പടക്കാൻ പോലും പറ്റാഞ്ഞിട്ട് ഒട്ടകം വിസർജിക്കുന്നത് വാഗൊണ്ട് സ്വീകരിക്കുന്ന ഒരു സമൂഹമുണ്ട് ലോകത്ത്. കുറേ ആളുകൾ പെട്രോൾ നിർമ്മിക്കാൻ വേണ്ടി ഗോതമ്പ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശേഖരിച്ചു വെച്ചതിൽ പിന്നീട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ കടലിൽ തട്ടിയിട്ട് പ്രകൃതിയും മലിനാക്കുന്നു. നേരെ മറിച്ച് ലോകത്തിൻ്റെ നല്ലൊരു വിഭാഗം മനുഷ്യർ പട്ടിണി കൊണ്ട് പൊറുതിമുട്ടുന്നു. നമ്മുടെ ഇന്ത്യയൊക്കെ പട്ടിണിയുടെ നിലവാരത്തിൽ ഏറ്റവും പുതിയ കണക്ക് എൻ്റെ ഒരു ഓർമ്മ അനുസരിച്ച് 107-ാം സ്ഥാനത്താണ്. 121 ചില്ലാൻ രാജ്യങ്ങളിലുള്ള കണക്കാണിത്. അതുകൂടെ മനസ്സിലാക്കണം. 7-ാം സ്ഥാനത്ത് പറഞ്ഞാൽ 120-ൽ ചില്ലാനം രാജ്യങ്ങളുടെ കണക്കെടുത്തിയതിൽ ഇപ്പം 107-ാം സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബാക്കിലാന്ന് അതിൻ്റെ അർത്ഥം. ആരെയും കുറ്റപ്പെടുത്താനല്ല ഞാൻ പറയണത്. നേരെ വെച്ച് ആർഭാടത്തിന് ചെലവഴിക്കുന്ന ഈ ഭക്ഷ്യപദാർത്ഥങ്ങൾ വേണ്ട വിധം വിതരണം ചെയ്യപ്പെടുകയാണെങ്കിൽ പാവപ്പെട്ട മനുഷ്യന് കഞ്ഞി കുടിക്കാന്ന്. അത് പ്രധാനല്ലേ? ജോലി ചെയ്തുകൂടെ എന്നാണ്. എവിടെ ജോലി എന്നുള്ളതാണ് മറുചോദ്യം. എവിടെ കൂലി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ 2 തലമുറ മുന്നിലുള്ളവർ
ഗംഭീരമായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മോഹങ്ങളെല്ലാം മാറ്റിവെച്ച് വിദേശ രാജ്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ് ഈ കാണുന്ന ഉണർവ്. അല്ലാതെ ഭരണം നടത്തുന്നവർ കൊടുത്തിട്ടൊന്നുമല്ല, മാറി മാറി ഭരണം നടത്തിയവരാരും കൊണ്ടുവന്നതൊന്നുമല്ല. അപ്പോൾ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്, കർമ്മമാണ്. അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള കൽപ്പനയുടെ ഏറ്റവും ആശ്ചര്യജനകമായ നിർവഹണമാണ് അന്ന് നടന്നത് ബാബിലോണിയയിൽ. അവിടുത്തെ ഈമാൻ പരീക്ഷിക്കാൻ വേണ്ടിയാണ് പടച്ച റബ്ബ് 3 പ്രാവശ്യം ഉറക്കു വഴി മെസ്സേജ് കൊടുക്കുന്നത്, താങ്കളുടെ പ്രിയപ്പെട്ട പുത്രനെ അറുക്കണം. അതേതായിരുന്നു പുത്രൻ? സുലഭമായി ജനിച്ച ഒരു 10-12 പുത്രന്മാരിൽ ഒരുത്തനെ പിടിച്ചറക്കണം എന്നല്ല പറയണത്. ആറ്റുനോറ്റിരുന്ന് വാർദ്ധക്യ സഹജമായ അവശതകൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിച്ച് നേടിയ കൺമണിയെ ആ ജനിച്ച ഉടൻ തന്നെ കട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ തിരക്കടില്ലേ, അത്രയ്ക്ക് ബന്ധം ഉണ്ടാവില്ലല്ലോ. നേരെ മറിച്ച് ഖുർആൻ സൂറത്ത് സഫാത്തിൽ പറയുന്നത് വലമ്മ മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ പിതാവിനോടൊപ്പം സഞ്ചരിക്കാനും കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ തുടങ്ങുന്ന ആ സമയത്തിയപ്പോൾ അറിവ് നടത്താൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ എങ്കിലത് നിർവഹിച്ചിരിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കൽപ്പന പാലിച്ചു. അറിവ് നടന്നു എന്നോ അറക്കാൻ കത്തിയിട്ടോ രതിയെന്നൊന്നുമല്ല ഞാൻ പറയണത്. അദ്ദേഹം സന്നദ്ധനായി പടച്ച റബ്ബിടയ്ക്ക് ഇടപെട്ടിട്ടില്ലെങ്കിൽ അറിവ് നടക്കുമായിരുന്നു. അപ്പം നമ്മളോട് റബ്ബ് തആല ചോദിക്കുകയാണ്, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് കുറച്ച് മാറ്റിവെച്ച് നിങ്ങൾ ഉദ്ഹിയ്യത്ത് അറക്കണം. ഇതൊരു കൽപ്പനയാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ തോറ്റുപോകാൻ പാടില്ല. പ്രത്യേകിച്ച് കോട്ടയം ഭാഗത്തൊക്കെ തീരെ ഈ ബീഫ് കിട്ടാത്ത പാവപ്പെട്ട മുഅ്മിനീങ്ങൾ കുറേ ഉണ്ട്. അവിടെ മാംസക്കച്ചവടം നടത്തുന്നവർ പൊതുവെ ക്രിസ്ത്യാനികളൊക്കെ ആയിരിക്കും. മസലകളൊന്നും ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അപ്പോൾ കോഴിനെ മേടിച്ചു കൊണ്ടുവന്ന് ജീവനോടെ മേടിച്ചു കൊണ്ടുവന്ന് അതിനെ വീട്ടിൽ നിന്ന് അറിവ് നടത്തിയിട്ട് കഴിക്കുമ്പോഴാണ് അവർക്കൊരു മാംസം കിട്ടുന്നത്. അവിടെ നമ്മുടെ സന്നദ്ധ സംഘടനകളൊക്കെ അറിവ് നടത്തും, ഉത്തരേന്ത്യയിൽ അറിവ് നടത്തും. അപ്പം അതിൻ്റെ മസാലകളൊക്കെ പാലിച്ചിട്ട് അത്തരം സംരംഭങ്ങളിൽ പങ്കെടുത്തെങ്കിലും നമ്മളോടുള്ള ഈ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി നമ്മൾ നിൽക്കുക, അത് വിജയിക്കാനുള്ള ശ്രമം നടത്തും. അങ്ങനെ വരുമ്പോൾ കുറേ മുഅ്മിനീങ്ങൾക്ക് അത് വലിയ ഉപകാരമായി മാറും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അത് സജീവമായിട്ടുണ്ടാവും. നമ്മൾ മഹല്ലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും. നമ്മൾ മഹല്ലിൻ്റെ കീഴിൽ ഒന്നിച്ച് നടത്തുകയാണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില മസാലകളൊക്കെ ഉണ്ട്. എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ എടുത്തു പിരിച്ചു, അങ്ങനെ അത് 2.5 ലക്ഷം രൂപയായി, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപയായി. നമ്മളൊരു 10 കന്നിനെ ഒന്നിച്ച് മേടിച്ചു കൊണ്ടുവന്നു, അങ്ങനെ അറിവ് നടത്തി ആരുടെ ഉദ്ഹിയ്യത്തും സംഭവിക്കില്ല. നേരെ മറിച്ച് കന്നിനെ മേടിച്ചിട്ട് ഓരോ കന്നിനും ചിലവായതിൽ 7 പേരെ പങ്കെടുപ്പിച്ച്, അപ്പോൾ അതിൽ വേരിയേഷനൊക്കെ ഉണ്ടാവും. ചില പള്ളിയിലൊക്കെ കാണാം ഈ സമയത്ത് ബോർഡ് ഉദ്ഹിയ്യത്തിൻ്റെ സമയമായിട്ടുണ്ട്, സെക്രട്ടറിയായിട്ട് ബന്ധപ്പെടുക, ഇപ്രാവശ്യത്തെ പൈസ 10,000 ഉറുപ്പ്യാണ്. അങ്ങനെ തീരുമാനിക്കുക. നമ്മളൊരു ഒരു മൃഗത്തെ വാങ്ങുന്നു, അതിന് 70,000 രൂപയായി. അതിൽ കൂടുന്ന ആളുകൾക്കൊക്കെ 10,000 ഉറുപ്പ്യായിരിക്കും. അല്ല, 1,40,000 ഉറുപ്പ്യൻ്റെ മൃഗത്തെയാണ് നമ്മൾ വാങ്ങുന്നത്, ഒരു അടിപൊളി സാധനം. അതിൽ കൂടുന്ന ആൾക്ക് എങ്ങനെ 10,000 വരിക? അത് കൂടുന്ന ആളുകൾക്ക് 20,000 വരും. എല്ലാ പൈസയും കൂടിയും കൂട്ടിയിട്ട് നമ്മൾ 10 മൃഗത്തെ കൊണ്ടുവന്നാൽ ഇതിലെ ഓരോ പോയിന്റിലും ഈ പൈസ തന്ന എല്ലാവരും പങ്കുകാരാണ് അല്ലേ? മൊത്തം പൈസ അല്ലേ? മൊത്തം പൈസ കൊണ്ട് നമ്മൾ 10 മൃഗത്തെ വാങ്ങിച്ചുകൊണ്ടുവന്നു കമ്മിറ്റി. ആ 10 മൃഗത്തിൽ പൈസ തന്ന 100 പേരും അല്ലെങ്കിൽ 70 പേരും പങ്കാളികളാണ്. അത് നടക്കൂല. പിന്നെ ഒരു മൃഗത്തിൽ 7 പേർക്കേ പരമാവധി കൂടാൻ പറ്റുള്ളൂ. അപ്പോൾ 7 പേര് കൂടുമ്പോൾ അതിൻ്റെ വില ഓരി വെച്ച് കൊടുക്കണം.
ചിലവും കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ചിലവും കൂടി എടുക്കുകയാണെങ്കിൽ അത് പറയും വേണം. മൃഗത്തിന് ഇത്രയൊന്നും വില, പിന്നെ അറിവിൻ്റെ കൂലിക്കാർക്കും അതിൻ്റെ മറ്റ് ചിലവിനൊക്കെ എത്രയോടെ നിങ്ങൾ തരണം എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരുടെ ഇതും ക്ലിപ്തപ്പെടുത്തിയാവണം ഉദ്ഹിയ്യത്ത് കർമ്മം. അവിടെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന മറ്റ് ചില സംഗതികൾ കൂടെ ഉണ്ട്. നമ്മൾ കൊല്ലം ഉദ്ഹിയ്യത്ത് കൂടുന്നു, നമ്മുടെ മക്കളുടെ ഒന്നും അക്കീക്ക അറുത്തിട്ടില്ല, എന്നാൽ ഓരോ ഓഹരി മകൻ്റെ അക്കീക്കയായിട്ട് കൂട്ടാൻ നമുക്ക്. നമ്മൾ പ്രാവശ്യം ഒരു മൃഗത്തിലാണ് കൂടുന്നത്, ഓരോ ഓഹരി. നമ്മളൊന്നും അക്കീക്ക പണ്ട് അറുത്തിട്ടുണ്ടാവുക സാധ്യത വളരെ കുറവാണ്. അന്നത്തെ കാലത്ത് അക്കീക്ക തറുക്കലൊന്നും അങ്ങനെ പ്രായോഗികമല്ലായിരുന്നു. കഞ്ഞൊടിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാലമാണല്ലോ. അപ്പോൾ നമ്മുടെ അക്കീക്കായിട്ട് കൂടുക, മസലൊക്കെ ഒന്ന് തന്നെ, വിതരണം ചെയ്യണതൊക്കെ ഒന്ന് തന്നെ. അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ 3, 4, 5 ഷെയർ ചെയ്ത് നമ്മൾ 3 മക്കളുണ്ട് നമ്മുടേതും, ആരും അക്കീക്ക അറുത്തിട്ടില്ല, ഓരോന്നും അക്കീക്കായിട്ട് കൂട്ടുക. അപ്പോൾ ഒരു മൃഗത്തിൽ അക്കീക്കയും ഉദ്ഹിയ്യത്തും ഒക്കെ ഷെയർ ആയിട്ട് കൂടാൻ പറ്റും നമുക്ക്. അതൊരു പുണ്യമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പത്തിൽ അവിടുത്തെ അക്കീക്ക അറുത്തിട്ടും പിന്നെ അവസാനം അവിടുന്ന് പ്രവാചകരൊക്കെ ആയതിനു ശേഷം അക്കീക്ക അറുത്തത് ചരിത്രത്തിലുണ്ട്. അക്കീക്ക ആവർത്തിച്ച് ചെയ്യേണ്ടതല്ലാത്തൊരു അമലാണ്. പിന്നെന്തിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്? മൗലാന സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാവി ലിൽ ഫത്താവയിൽ അവിടുത്തെ ജനനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമായി, മൗലിദാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് എന്നാണ് തെളിയിക്കുന്നത്. അപ്പം ആവർത്തിച്ച് ചെയ്യേണ്ടതല്ല ഈ സാധനം. പണ്ടൊക്കെ അക്കീക്ക അറുത്തിട്ടുണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ അക്കീക്ക അറുക്കാം. ഇനി കൊല്ലം നമ്മൾ അറുത്ത് വരുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഓൾക്ക് കാശ് കൊടുക്കുക, ഭാര്യയ്ക്ക്, പ്രാവശ്യം ഭാര്യയ്ക്ക് കാശ് കൊടുക്കുക, നീ ചേർന്നോ എന്ന് പറയാം. കാരണം അവർക്കും വേണം ഉദ്ഹിയ്യത്ത്. നമ്മൾ പെരുന്നാൾ ഖുതുബയിൽ കേൾക്കാറില്ലേ ഒരു പ്രധാനപ്പെട്ട പദം, അല്ലിമു ദഹായാക്കും, നിങ്ങളുടെ ഉദ്ഹിയ്യത്ത് മൃഗത്തെ നിങ്ങൾ ആദരിക്കണം, വേണ്ട വിധം മനോഹരമാക്കണം. എന്തുകൊണ്ട്? അത് ആഖിറത്തിലുള്ള മത്തായാക്കും, നിങ്ങളുടെ വാഹനാണ്. പോത്തും പുറത്തിങ്ങനെ പോകുന്നല്ല അപ്പം അതിൻ്റെ അർത്ഥം. ഇത് കാരണമായി നമുക്ക് നല്ല സഞ്ചാരിക്കാനുള്ള വാഹനം കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അടിപൊളി നല്ല പോത്തിനെ നമ്മൾ ഉദ്ഹിയ്യത്ത് ഇറക്കുന്നതെങ്കിൽ നല്ല ബെൻസ് പോലത്തെ സംവിധാനം കിട്ടും തന്നെ അതിൻ്റെ അർത്ഥം. ബെൻസാണ് നല്ലത് എങ്കിലട്ടാ. നമ്മളൊരു ഉണങ്ങി തൂങ്ങി ഒപ്പിച്ചൊരു സാധനമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓട്ടോറിക്ഷ പോലത്തെ ഒരു സംവിധാനം കിട്ടും, എന്നാലും കടന്ന് കിട്ടും അൽഹംദുലില്ലാഹ്. അല്ലാതെ പോത്തുമ്പോൾ കയറി ഇങ്ങനെ പോകുന്നോ ആയിരിക്കില്ല അതിൻ്റെ മാന. അപ്പം നല്ല മൃഗത്തിൽ തന്നെ ഷെയർ കൂടാൻ ശ്രമിക്കുക. ഞാനീ പറഞ്ഞ മസാലകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മക്കളുടെ അക്കീക്ക അറുത്തിട്ട് തന്നെ അത് കൂടുക. ഭാര്യ നമ്മളെല്ലാ കൊല്ലം ഇങ്ങനെ അറുത്ത് വരുന്നതാണ്, ഭാര്യനെ ചേർക്കുക, മക്കൾ ഓരോരുത്തരെ ചേർക്കുക. പൈസ കൊടുക്കേണ്ടത് നമ്മൾ തന്നെ. അതിനാണ് പൈസ ഓർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത്. പൈസ കൊടുക്കുക, ഉദയത്തിൻ്റെ പൈസ കൊടുക്കുക, ഇത് അനുഗ്രഹം തന്നു എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിന് തന്നെ ഇതുകൊണ്ട് ഈ ഉദയത്തെ അർത്ഥമെന്ന് പറയാം. കൈകാര്യം ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. പ്രാവശ്യം എൻ്റെ ഭാര്യൻ്റെ പേരിലാന്ന് പറയേണ്ടി വരും. അപ്പോൾ ഉദ്ഹിയ്യത്ത് കർമ്മം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ പെരുന്നാൾ നിസ്കാരം, പെരുന്നാളിന് വേണ്ടി മനോഹരമായ രീതിയിൽ അണിഞ്ഞൊരുങ്ങൽ. ഏറ്റവും നല്ല ഡ്രസ്സാണ് ധരിക്കേണ്ടത്. ആണുങ്ങൾ പോലും, ആണുങ്ങൾക്ക് വെള്ള വസ്ത്രമാണ് നല്ലത്, പക്ഷെ ഏറ്റവും നല്ല വസ്ത്രം വെള്ളമല്ല എങ്കിൽ പിന്നെ അത് ധരിക്കണം എന്നാണ്. വലിയ പെരുന്നാളിന് ഭക്ഷണം കഴിച്ചിട്ട് പോകലാണ് പുണ്യം. ചെറിയ പെരുന്നാളിനല്ലേ, ചെറിയ പെരുന്നാളിനാണ് ഭക്ഷണം കഴിച്ചിട്ട് പോകലാണ് പുണ്യം. വലിയ പെരുന്നാളിന് ഒന്നും കഴിക്കാതെ പോകലാണ് പുണ്യം. എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചാൽ പടച്ച റബ്ബ് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. പെരുന്നാൾ നിസ്കാരം എല്ലാവർക്കും സുന്നത്താണ്. സ്ത്രീകൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ അവർക്ക് ഖുതുബ നിർവഹിക്കേണ്ടതില്ല. ആണുങ്ങൾക്കാണ് പെരുന്നാൾ ഖുതുബയുള്ളത്. നല്ല രീതിയിൽ തന്നെ അണിഞ്ഞൊരുങ്ങി സുഗന്ധം പൂശി എല്ലാവരും ഒന്നിച്ച് തക്ബീർ ചൊല്ലി സ്നേഹത്തിൻ്റെ നല്ലൊരു പ്രകടനമായി വിദ്വേഷങ്ങളെല്ലാം മാറ്റിവെച്ച് നല്ല വിശാലമായ പള്ളി ഉണ്ടെങ്കിൽ പള്ളിയിൽ തന്നെ നിർവഹിക്കണം. എല്ലാവരെയും ഒരുമിച്ച് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ജനബാഹുല്യമുണ്ട്. പള്ളി ചെറുതാണെങ്കിൽ മാത്രമാണ് മൈതാനം പോലത്തത് ആലോചിക്കേണ്ടത്. അതങ്ങനെ തന്നെയാണ് മസാല. പെരുന്നാളാണെന്നുണ്ടെങ്കിൽ ഈ പട്ടി ഓടുന്ന, കാള വിസർജിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് തലകുത്തി മറിയാന്നുള്ളതല്ല. പന്തലിടാൻ വമ്പിച്ച പൈസ ചെലവഴിക്കുക എന്നുള്ളതല്ല. ടർഫ് വാടകയ്ക്ക് എടുക്കുക എന്നുള്ളതല്ല.
പള്ളി ഉണ്ടെങ്കിൽ എഴുത്തിക്കാവിൻ്റെ നിയത്തും വെച്ച് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പൂർവിക മഹാന്മാരൊക്കെ അതാണ് കാണിച്ചു തന്നത്. പലപ്പോഴും നമ്മുടെ നേതാക്കളൊക്കെ ഈ മൈതാനത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ പരിമിതി കൊണ്ടാണ്. പള്ളി ചെറുതായി, പെരുന്നാളിന് പൊതുവെ ജുമയ്ക്ക് പോകാത്ത ആളുകളും പോകുമല്ലോ അല്ലേ. ജുമയ്ക്ക് പോകാത്ത ആളുകളും പെരുന്നാൾ നിസ്കാരത്തിന് പോകും. പിന്നെ എല്ലാവരും വിരുന്നുകാരൊക്കെ വരും. പിന്നെ ജോലിക്കാരൊക്കെ വീട്ടിലേക്ക് എത്തും. വിദേശത്തുള്ള ആളുകളൊക്കെ പരമാവധി എത്തിച്ചേരാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ പള്ളി സൗകര്യം ഉണ്ടാവില്ല. അന്നാണെങ്കിൽ പള്ളിയൊക്കെ ചെറുതുമാണ്. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ മൈതാനത്തെ പറ്റി ആലോചിക്കേണ്ടതുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ പെരുന്നാൾ നിസ്കാരവും ഏറ്റവും പുണ്യം പള്ളിയിൽ വെച്ച് തന്നെയാണ്. ഇത്തരം നല്ല നന്മകളൊക്കെ ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കി കേൾവിക്കപ്പുറം ജീവിതത്തിൽ പ്രയോഗിച്ച് പുതിയ പുതിയ കാലത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളെ ചെറിയ രീതിയിലെങ്കിലും സ്വാധീനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ആഖിറത്തിൽ വിജയിക്കാൻ അള്ളാഹു പ്രത്യേകമായി നൽകിയ ഇത്തരം അവസരങ്ങളെ, ആരാധനകളെ ഉപയോഗപ്പെടുത്തണമെന്ന് എന്നോടും എൻ്റെ പ്രിയപ്പെട്ട സദസ്യരോടും ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് അവസാനിപ്പിക്കാം. പടച്ച റബ്ബ് ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദീനീ ദഅവത്തിന് തടസ്സമാകുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മയൊക്കെ മാറ്റി തരുമാറാവട്ടെ, സലാമത്തിലാക്കട്ടെ. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പലർക്കും ഉണ്ട്, എനിക്കും. അതുകൊണ്ടാണ് ശബ്ദം ഇങ്ങനെ ആവുന്നത്. അപ്പോൾ അള്ളാഹു എല്ലാം അവൻ്റെ ഖൈറായ തീരുമാനപ്രകാരം നമുക്കൊക്കെ സലാമത്തിലാക്കി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.